ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. 9 മണി മുതൽ 12 മണി വരെ ആയിരുന്നു നമ്മുടെ പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പറിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ കുറച്ച് ലെങ്തി ആയിരുന്നെങ്കിലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനും നമുക്ക് നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പൊ ഈ രണ്ട് ഏരിയയും നമുക്കൊരു മോഡറേറ്റ് ലെവൽ എന്നുള്ളത് തന്നെ പറയാം. കാരണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ രണ്ട് ഏരിയയിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നൽകിയിരുന്നു. പിന്നെ ഐ.സി.ടിയുടെ കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, NDA വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ICTയിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുക. ആ ഒരു രീതി കുറച്ച് പരീക്ഷകളിലായിട്ട് NDA പിന്തുടരുന്നുണ്ട്. ഈ ഒരു പരീക്ഷയിലും NDA അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഈസി എന്നുള്ള രീതിയിലേക്ക് പരീക്ഷയെ, ജനറൽ പേപ്പറിനെ കാണാനാവില്ല. കാരണം നമ്മുടെ ജൂൺ 18 പരീക്ഷ നിർത്തലാക്കി CBT മോഡിലേക്ക് വരുന്ന സമയത്ത് ആ പരീക്ഷ എഴുതിയവരും ഈ പരീക്ഷ എഴുതിയിട്ടും രണ്ടുപേരും കമ്പയർ ചെയ്ത് പറയുമ്പോൾ, രണ്ടും തമ്മിൽ കമ്പാരിസൺ വരുന്ന സമയത്ത് CBT ആണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് വന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പരീക്ഷാ ഹാളിലെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയേണ്ടത്, സമയത്തിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സമയം കൃത്യമായിട്ട് കിട്ടി എന്നുള്ളത്. അതായത് നമ്മുടെ OMRലേക്ക് വരുന്ന സമയത്ത് ബബിൾ ചെയ്യാനൊക്കെ സമയം എടുത്തിരുന്നു. CBTയിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് സാധാരണയായി കണ്ടുവരാറുള്ള പ്രോബ്ലംസ് ആണ് ടെക്നിക്കലായിട്ടും പരീക്ഷാ ഹാളിലെ പ്രശ്നങ്ങളും. അതൊന്നും തന്നെ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നോർമലി നമ്മുടെ പ്രൊസീജിയർ എല്ലാം തന്നെ എല്ലാ സെന്ററിലും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതൊക്കെ നമ്മൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞതാണ്. ഒരുപാട് പേര് കമന്റിലൂടെയൊക്കെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുന്നതാണെങ്കിൽ ഏറ്റവും നല്ലൊരു മോഡ് എന്ന് പറയുന്നത് CBT തന്നെയാണ്, പരീക്ഷ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഇത്തവണ NDA മാനേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് പറയുന്ന ആ ഒരു കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ജനറൽ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്, നമ്മൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇന്ത്യൻ ലോജിക്കിനെ പറ്റി വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ലോജിക്ക്, ന്യായ, ആ കാര്യങ്ങളൊക്കെ തന്നെ, പ്രമാണാസ് ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അതിൽ നിന്നൊക്കെ ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ആ കാര്യത്തിലൊക്കെ തന്നെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ചെയ്യുക. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് NEPയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. NEP എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റ് ആവണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പരീക്ഷ കാണിച്ചു തന്നിട്ടുണ്ട്. പലർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുക. അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആയാലും ICT ആയാലും ഹയർ എഡ്യൂക്കേഷൻ ആയാലും ഈ യൂണിറ്റിൽ നിന്നൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളിലേക്ക് ഇനി ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ഒരു സൂചന നമുക്ക് ഈ ഫസ്റ്റ് പേപ്പറിൽ കാണാൻ സാധിക്കും. അതായത് NEPയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ, നമ്മുടെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിംഗിന്റെ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വളരെ മുമ്പേ തന്നെ നമ്മൾ PYQ പ്രാക്ടീസും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സീരീസ് ഫസ്റ്റ് പേപ്പറിൽ ചെയ്തതാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഏത് രീതിയിലാണ് നമ്മൾ നൽകുന്ന ചോദ്യങ്ങളുടെ കാര്യങ്ങൾ വേറിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, എത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോകുന്നതിലല്ല, വളരെ കൃത്യമായിട്ട്
ഏതൊക്കെ ഏരിയ ആണ് ആവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഇനിയുള്ള പരീക്ഷകൾക്കെങ്കിലും PYQs ഒക്കെ തന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളതും നമ്മളെ മനസ്സിലാക്കി തന്നൊരു പരീക്ഷ കൂടിയിട്ടാണ്. അപ്പൊ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ നിന്നും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ലെറ്റർ സീരീസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചതാണ്. സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ പലരും പറയുന്ന ഒരു കാര്യം, നമുക്ക് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ കാര്യത്തിലും, അതായത് ഹയർ എഡ്യൂക്കേഷൻ ആയാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഒക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്വയംപ്രഭയിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ ആയാലും അതുപോലെ തന്നെ LMS അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. അതുപോലെ ബ്ലെൻഡഡ് ലേണിംഗ്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. കാരണം അത്തരം കാര്യങ്ങൾ സിലബസിൽ പറയുന്നില്ല. ഓൺലൈൻ ലേണിംഗ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ജനറൽ പേപ്പറിൽ അറിയാൻ സാധിക്കും. ഇപ്പൊ ടോട്ടലി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള യൂണിറ്റുകൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ മാത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക് റീസണിംഗ് ആയാലും ലോജിക്കൽ റീസണിംഗ് ആയാലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയാലും ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എല്ലാ കാര്യത്തിലും ഇനി മുതൽ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസറുകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓരോ കാര്യത്തിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തുടർന്നു വരുന്ന പഠന രീതി ഇനി പോരാ, നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൂടെ ചോദ്യങ്ങൾ വരും എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഈ പരീക്ഷയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രോബ്ലങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജൂൺ എക്സാമിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ OMR നിന്നും CBT മാറി. അപ്പൊ ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നോർമലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വലിയ രീതിയിൽ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഇനി സെക്കൻഡ് ഷിഫ്റ്റ് കഴിയുന്നതോടുകൂടി ഏത് രീതിയിലാണ് അത് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ആൻസർ ക്യൂ ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തു വെക്കുക. നമുക്ക് ഇത്തവണ പേഴ്സൻറ്റേജ് ആയിരിക്കില്ല, പേഴ്സൻറ്റേജിലായിരിക്കും. അതുകൊണ്ട് മാർക്ക് അറിയാൻ നിർവാഹം ഉണ്ടാവില്ല. ഇംഗ്ലീഷിൽ മൊത്തത്തിൽ എല്ലാവരും അറിയിക്കുന്നത് ഒരു വലിയ കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ പൂർണ്ണമായിട്ടും ഈസി എന്ന് പറയാനും സാധിക്കില്ല, ടഫ് ആണെന്നും പറയാൻ സാധിക്കില്ല. ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് ഇംഗ്ലീഷ് പരീക്ഷ വരുന്നത് എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ആ ഡിസ്കഷനിലൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പേപ്പറിനെ പറ്റിയിട്ടും ഇംഗ്ലീഷിനെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത് ഇനി വരുന്ന പരീക്ഷ എഴുതുന്നവർക്ക് അത് ഉപകാരപ്പെടും. കാരണം സെൻട്രൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, നമ്മളുടെ സ്റ്റുഡൻസ് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നും നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമാക്കുക. അത് മറ്റുള്ള പരീക്ഷകൾക്ക്, അതായത് ഇനി തുടർന്ന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരാനുണ്ട്. അത്തരം പരീക്ഷകൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ മൊത്തത്തിൽ പരീക്ഷയെ നോക്കി കാണുന്ന സമയത്ത് ഒരു മോഡറേറ്റ് ലെവലാണ് എന്ന് തന്നെ പറയാം. കാരണം പൂർണ്ണമായിട്ടും ഈസി ലെവലിലേക്ക് പോയിട്ടില്ല, വലിയ രീതിയിൽ ടഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കൃത്യമായിട്ട് ഈ പരീക്ഷ റദ്ദാക്കി റീ എക്സാം നടത്തുന്നു, അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ള രീതിയിൽ NDA പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ പരീക്ഷ കണ്ടാൽ മനസ്സിലാകും. ഇനി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.